എന്താ പേര് മോളെ? ശ്രേയ രൂപേഷ്. അപ്പോൾ ശ്രേയ രൂപേഷിൻ്റെ ഒരു ഗാനത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്യാമ്പയിൻ കൊച്ചിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട. എവിടെ പഠിക്കുന്ന മോള്? രാജഗിരി ക്രിസ്തു ജയന്തി സ്കൂളിൽ. ഏത് ക്ലാസ്സിൽ? ഇത് ഷിബു ചക്രവർത്തി, അറിയാമല്ലോ, ഒരു കാലത്ത് മലയാള സിനിമകളെ ധന്യമാക്കിയ ഗാനങ്ങളുടെ ചക്രവർത്തിയാണ്. ഇത് MLA ആണ്. ഇത് നമ്മുടെ അരുൺ ആണ്. അത് സൈബർ സെക്യൂരിറ്റി വിദഗ്ധരുണ്ട്. ഹരിശ്രീ അശോകൻ നേരത്തെ പോയി. അപ്പോൾ നമുക്കൊരു നല്ല പാട്ടാവാം. അപ്പോൾ ലഹരി വേണ്ട എന്ന് സമൂഹത്തെ ഉണർത്തുന്ന ഒരു പാട്ട് കൂടിയാണ്. ശരി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അടിമയാകും ലഹരിക്ക് അടിമയാകും സർവവും. അടിമയാകും ലഹരിക്ക് അടിമയാകും സർവവും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇതാണ് ഒരു ആശങ്ക. താങ്ക് യു ശ്രീ TJ വിനോദ്, താങ്ക് യു അരുൺ, താങ്ക് യു ഷിബു ചക്രവർത്തി. നമ്മൾ ഇന്നത്തെ ക്യാമ്പയിൻ ഇവിടെ തുടങ്ങുകയാണ്. ഞങ്ങൾ കൂടെ ഉണ്ട്. താങ്ക് യു അരുൺ. ഓക്കെ ഓമോളെ, നമുക്ക് യാത്ര തുടരാം. അപ്പം ഞങ്ങൾ ഈ യാത്രയിലുടനീളം ഉണ്ടാവും. ഹായ്, നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ എന്നും TV-യിൽ കാണുന്ന ആളെ നേരിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം. എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഞങ്ങളെ കാണുന്ന ആളെ കണ്ടതിലുള്ള സന്തോഷം എനിക്കും. ഞാൻ ഈ റിപ്പോർട്ടറിന്റെ ബോർഡ് കണ്ടപ്പോഴേ വിചാരിച്ചു യു മസ്റ്റ് ബി ദേർ. താങ്ക് യു മാം. എന്താ മാം പേര്? സൂസൻ വർഗീസ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പഴയ ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. ഓ ഗ്രേറ്റ്. പഴയ കാലത്ത് MBA എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇരട്ടി MBA ആയിരിക്കും. എവിടെ പഠിച്ചത് മാം? കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ബാച്ച്. അപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എനിക്ക് സെക്കൻഡ് ബാച്ച് എന്ന് പറയുമ്പോൾ എത്ര വർഷം? 74 ഇല്ലേ? ഏകദേശം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് MBA കഴിഞ്ഞിറങ്ങിയ അമ്മയാണ്. പേര്? സൂസൻ വർഗീസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ പല ഡിപ്പാർട്ട്മെന്റിലും പഠിപ്പിക്കുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു? ഓ, അവിടെ ഫാക്കൽറ്റി ആയിട്ട്. ഓ വെരി ഗുഡ് മാം, താങ്ക് യു. രാവിലെ നടക്കാൻ നടക്കും? ഞാൻ നടക്കും, എല്ലാ ദിവസവും നടക്കും. ഞാൻ ഹൗസ് വൈഫാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. എന്താ പേര്? റിലേറ്റീവ്സ് ആണോ? ഒരുമിച്ച് താമസിക്കുന്നു? ഞങ്ങൾ വരും. ഇവിടെ 10 പേരുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോ 2 പേരേ ഉള്ളൂ. ഓ വെരി ഗുഡ്. അപ്പൊ ഞങ്ങൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. പണ്ട് 77 അവിടുത്തെ ക്യാമ്പസും ഇപ്പോഴത്തെ ക്യാമ്പസും വരെ. ഇപ്പൊ ഇന്നലെ ഒരു വാർത്ത കേട്ടല്ലോ, ഒരു പോളിടെക്നിക്കിൽ, നമ്മുടെ കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ 2 കിലോ കഞ്ചാവ് തൂക്കാൻ ത്രാസുമായിട്ടാണ് കച്ചവടം നടത്തുക. എന്താ പറ്റുന്നത് നമ്മുടെ പിള്ളേർക്ക്? അത് എനിക്ക് തോന്നുന്നു അരാഷ്ട്രീയവൽക്കരണം നടത്തിയല്ലോ കോളേജുകളിലും സ്കൂളുകളിലും. അതാണ് കാരണമെന്ന് എൻ്റെ വിചാരം. രാഷ്ട്രീയം വേണം, എവിടെയാണെങ്കിലും രാഷ്ട്രീയമാണ്. ഇപ്പോൾ JNUവിലൊക്കെ എല്ലാ ദിവസവും പ്രൊട്ടസ്റ്റ് ഉണ്ട്. പക്ഷേ അതൊരു വസ്തുവിടെ പോകും, അത് താല്പര്യമുള്ളവർ അതനുസരിച്ച് പോകും. ഇവിടെ അരാഷ്ട്രീയവൽക്കരണം നടത്തിയത് കൊണ്ടാണ് ഈ ഡ്രഗ്സ് ഇവിടെ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഹലോ, ഹായ് ഗിരീഷ്. നമ്മുടെ ഈ ക്യാമ്പയിൻ ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ആക്ച്വലി ഞാൻ ഇതിലോട്ട് ഇപ്പം എന്നെ അവിടെ നിന്ന് ഒരാൾ ഇൻവൈറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഇങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു മോട്ടോ കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ സെയിം തിങ് വിച്ച് ഈസ് ഇൻ മൈൻഡ് ഫോർ ലോങ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയ, ഈ അമ്മ പറഞ്ഞതുപോലെ രാവിലെ ഒന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ലഹരി കഞ്ചാവുമായിട്ട് KSU പ്രവർത്തകർ പിടിയിലെന്നാണ് കണ്ട. സോ ഇറ്റ് ഈസ് അതും ഒരു രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ എം വെരി മച്ച് ഹാപ്പി ഓൺ ദാറ്റ്. ബട്ട് അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കാര്യം അങ്ങ് പടർന്ന് പന്തലിച്ചതിന് ശേഷമാണ് നമ്മൾ അതിലോട്ട് ഒരു പ്രിവെൻറ്റീവ് മെത്തേഡ് കൊണ്ടുവരുന്നില്ല. അത് ഒന്ന് വന്നതിന് ശേഷം അതിനുള്ള ഇങ്ങനെ കൊണ്ട് കളം വയ്ക്കാന്ന് പറയും, വളം വയ്ക്കാന്ന് പറയും. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ക്യാൻസർ. ഇപ്പോൾ ഇത് ഒരുപാട് സ്ഥലത്ത് അത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് അതിനെ എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതാണ് ഗിരീഷ് പറഞ്ഞതുപോലെ സാമൂഹിക ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു അർബുദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു ഗിരീഷ്, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഈ ക്യാമ്പയിനിൽ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രതികരണം. പരിശോധന പറഞ്ഞാൽ ഇപ്പം മാത്രമല്ല, എന്തെങ്കിലും ഒരു കഞ്ചാവോ കാര്യങ്ങൾ പിടിക്കുമ്പോൾ മാത്രമല്ല പരിശോധന വേണ്ട, എന്നും പരിശോധന വേണം. പെട്ടെന്നൊരു
കാര്യങ്ങൾ പിടിച്ച എന്നുണ്ട് ഹോസ്റ്റലിൽ. കഞ്ചാവായാലും കാര്യങ്ങളായാലും എന്നും ഹോസ്റ്റലിലുണ്ട്. നമ്മൾ പഠിച്ച ഹോസ്റ്റലിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ നൈപുണ്യ കോളേജിൽ പഠിച്ച അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? പക്ഷെ എന്നാലും ചെറുപ്പക്കാർക്കിടയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാം അല്ലേ? ഓക്കെ. അപ്പം നിരന്തരമായി പരിശോധന നടത്തുക, ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മളിപ്പോൾ കൊച്ചിയിൽ കല്ലൂരിൽ രാജ്യാന്തര സ്റ്റേഡിയത്തിന് പുറത്തുകൂടി നമ്മൾ നടക്കുകയാണ്. ഒരുപാട് പേര് രാവിലെ നടക്കാൻ വന്നിട്ടുണ്ട്. ജീവിതമാണ് ലഹരി എന്നതാണ് നമ്മുടെ സന്ദേശം. മാത്രവുമല്ല, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിനുമായി നമ്മളുടെ വാർത്തായാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന സംഭവവികാസങ്ങളൊന്ന് അറിഞ്ഞു വരാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് മാർച്ച് മാസം 15-ാം തീയതിയാണ്. റംസാൻ മാസം 14-ാം തീയതി, മീനം മാസം 1-ാം തീയതി. കുംഭം കഴിഞ്ഞു, മീനത്തിലേക്ക് നമ്മൾ എത്തി. ഇനി മീനച്ചൂടാണ്. ജീവിതത്തിന് ചൂടേറി വരുന്നു. ലഹരിയുടെ ചൂടൊരു ഭാഗത്ത്, അത് വല്ലാതെ നമ്മളെ പൊള്ളിക്കുന്നുണ്ട്. ആ ലഹരിയുടെ പൊള്ളിക്കുന്ന ചൂടിൽ നിന്ന് നമുക്ക് സമാധാനമായ ജീവിതത്തിൻ്റെ തണുപ്പിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ വാർത്താ പ്രഭാത യാത്രയിലേക്ക് സ്വാഗതം ചെയ്തു.